എനിക്ക് വൈകുന്നേര സമയങ്ങളിൽ നല്ല വിശപ്പ് വരാറുണ്ട്. എനിക്കൊരു ചായയും കടി കിട്ടേണ്ട ആവശ്യമുണ്ട്. എൻ്റെ അടുത്ത് പൈസയില്ല, താമസിക്കാൻ സ്ഥലവും ഇല്ല. ഞാൻ എന്താ ചെയ്യുക? ആ സമയത്താണ് അതിൻ്റെ ആൾ പറയുന്നത്, ഓപ്പോസിറ്റ് ആൾ വരുന്ന ആൾ എന്താ പറയുന്നതെന്നറിയോ? ഹമേ കുച്ച് തക്ലീഫ് നെഹി ഹേ, ആപ് ഇധർ രഹോ, തും ഇധർ രഹോ, ഹമേ കുച്ച് തക്ലീഫ് നെഹി ഹേ. ഞങ്ങൾക്കൊരു പ്രയാസവും ഇല്ല, തക്ലീഫ് ബുദ്ധിമുട്ട്, ഞങ്ങൾക്ക് ഹമേ കുച്ച് കുറച്ച് തീരെ നിന്നില്ല, കുറച്ചുകൂടി ഇല്ല, എന്തില്ല, തക്ലീഫ് നെഹി ഹേ, തക്ലീഫ് ബുദ്ധിമുട്ട്. അരേ തക്ലീഫ് ക്യാ ഹേ, തുമേ കുച്ച് തക്ലീഫ് ഹേ, ബുദ്ധിമുട്ട് പ്രയാസം തക്ലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമേ കുച്ച് തക്ലീഫ് നെഹി ഹേ, കുറച്ചെങ്കിലും തക്ലീഫ് ബുദ്ധിമുട്ടില്ല. തും ഇധർ രഹോ, രഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ താമസിക്കൂ, സ്റ്റേ ചെയ്യൂ എന്നുള്ളതാണ്. തും ഇധർ രഹോ അല്ലെങ്കിൽ ആപ്പ് ഇധർ രഹോ, ഇധർ ഇവിടെ, ഉദർ അവിടെ, ആപ്പ് ഉദർ ജാവോ, നിങ്ങൾ അവിടെ പോകൂ, അല്ലെങ്കിൽ തും ഇധർ ആവോ, നിങ്ങൾ ഇവിടെ വരൂ, ഇധർ ആവോ ഉദർ ജാവോ, അവിടെ പോകൂ. അപ്പോൾ ഇധർ എന്നാണ് ഇവിടെ പറഞ്ഞത്. തും ഇധർ രഹോ, നീ ഇവിടെ നിൽക്കൂ, സ്റ്റേ ചെയ്തോളൂ, ഹമേ കുച്ച് തക്ലീഫ് നെഹി ഹേ. അന്നേരം നമ്മളെ സുഹൃത്ത് പറയാണ്, അതായത് ഞാനായിട്ടുള്ള ആൾ പറയാണ്, അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് വലിയ പ്രയാസമാവും പിന്നീട്. ഞാൻ ദിവസവും വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ഇത്തിരി ചായ ഒരു കടി ദിവസവും കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു. എനിക്കിവിടെ താമസിക്കാനൊന്നൊരു പ്രശ്നമില്ല. റോസ് ഇധർ ആവോ, റോസ് ആത്തി രഹോ, റോസ് മിലേഗ, റോസ് ആത്തി രഹോ, റോസ് മിലേഗ. റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസേന, എല്ലാ ദിവസവും. റോസ് ആത്തി രഹോ, വന്നുകൊണ്ടിരിക്കൂ, ദിവസവും വന്നുകൊണ്ടിരിക്കൂ. ആത്തി രഹോ, റോസ് ആത്തി രഹോ, ദിവസവും. ആവോ എന്നുള്ള പറയുന്നതിൻ്റെ ആത്തി രഹോ, അത് ഓരോരോ ശൈലിയാണ്. റോസ് ആത്തി രഹോ, ദിവസവും വന്നുകൊണ്ടിരിക്കൂ. റോസ് മിലേഗ, ദിവസേന നിങ്ങൾക്ക് മിലേഗ ലഭിക്കും. അരേ മിലേഗ ക്യാ, എടാ കിട്ടിയോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നില്ലേ? അപ്പോൾ റോസ് മിലേഗ, ദിവസവും കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചില വാക്കുകൾ ഞാൻ അറിയാണ്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നതിന് അതും കൂടി ഉൾപ്പെടുത്താത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ കുറേ വാക്കുകൾ പറയുന്നുണ്ട്. അത് ചില വീഡിയോയിൽ അത് പ്രധാനം വരുന്നവർ അത് എഴുതു, അല്ലാണ്ട് ഇധർ ഉദർ ചിലപ്പോൾ പഴയ വീഡിയോസിൽ എഴുതിയിട്ടുണ്ടാവും, ഉദർ ജാവോ എന്നൊക്കെ ഉള്ളത്. പിന്നെ ഉദർ എന്ന് പറഞ്ഞിട്ട് ഇധർ അത് വെറും ഇധർ ആയി പോകും. നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടതാണ്. ചെറിയ കളിയല്ല, ചില്ലറ കളിയല്ല. ഷെയർ ചെയ്തോട് പെട്ടെന്ന് തന്നെ. ഹിന്ദി പഠിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ട്, ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ ഹിന്ദിയേ ഉള്ളൂ കേട്ടോ. ദുബായ്ക്കാരൊക്കെ അറബികൾ എന്ന് പറഞ്ഞിട്ട് അല്ല, അധികം ആൾക്കാർക്കും ഹിന്ദി അറിയാം, ഹിന്ദിയിലാണ് സംസാരിക്കുക. അപ്പോൾ ഗൾഫിൽ പോകുന്നവർ ഹിന്ദി പഠിക്കൽ നിർബന്ധമാണ്. കേരളത്തിന് പുറത്ത് പോകുന്ന ആൾക്കാരും ബോംബെ, മഹാരാഷ്ട്ര, ബാംഗ്ലൂർ എവിടെ പോയാലും ഹിന്ദി. ഇവിടെ ഇപ്പോൾ ബംഗാളികളോട് ഹിന്ദി പറയണ്ടേ? അരേ ക്യാ ഹേ തും ഇധർ ലേറ്റ് ക്യൂ, എന്താണ് ലേറ്റായത്? ജൽദി ആനേക്കാന, പെട്ടെന്ന് വരണ്ടേ. ശൈലിയൊക്കെ ഒരു ഇങ്ങനെയൊക്കെ കളിക്കുന്നത് നോക്കണ്ടേ, ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ ആയിപ്പോകുന്ന, അല്ലാണ്ട് സ്ഥിരം അങ്ങനെയല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. റോസ് ആത്തി രഹോ, ദിവസവും വാ, റോസ് മിലേഗ, എപ്പോഴും ലഭിക്കും. ഓക്കെ, ഇവിടെ സുഹൃത്തുക്കളെ ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവരും ക്ഷമ ചോദിക്കുകയാണ് ലെങ്ത് ആക്കാത്തതിന്. പുതിയ വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് ഉടനെ കാണാം കേട്ടോ. നന്ദി.